നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ, മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. തെക്കൻ കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. 2 കൂട്ടർ തമ്മിലുള്ള പരസ്പര വാശിയാണ് കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഹൈക്കോടതി. ഇരു കൂട്ടരുടെയും നീക്കങ്ങൾ ആത്മാർത്ഥതയോടെയല്ലെന്നും ഇതുവഴി VCയും രജിസ്ട്രാറും വിദ്യാർത്ഥികൾക്ക് വണ്ടർഫുൾ ഉദാഹരണങ്ങൾ സമ്മാനിക്കുകയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. തൻ്റെ ചുമതല മറ്റൊരാൾക്ക് നൽകിയ വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നന്ദി പറയാൻ മാരാർജി ഭവനിലേക്ക് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ടിസിൻ്റെ ഭാഗമായ പ്രതിനിധികളാണ് BJP സംസ്ഥാന അധ്യക്ഷനെ സന്ദർശിച്ചത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ നിലവിൽ ദല്ലി രാജാരയിലുള്ള മഠത്തിലാണ് ഉള്ളത്. കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയായിരിക്കും നടക്കുക. ഓണത്തിന് കാർഡ് 1 സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നും വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്ന് മന്ത്രി GR അനിൽകുമാർ. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചർച്ചകളും വിമർശനങ്ങളും ഉയർത്തുന്നത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഇത് തകർക്കാനല്ലെന്നും സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TP കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിൻ്റെയും പരസ്യമദ്യപാനത്തിൽ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ന്യായീകരിച്ച് CPM നേതൃത്വം. വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെന്ന് സ്പീക്കർ AN ഷംസീറും P ജയരാജനും പ്രതികരിച്ചു. അതേസമയം പരോൾ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് TP വധക്കേസ് പ്രതികൾക്കെതിരെ കേസെടുക്കാത്തതെന്ന് MLA KK രമ ആരോപിച്ചു. വിവാദങ്ങൾക്കിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിക്ക് കൂടി പരോൾ അനുവദിച്ചു. TK രജീഷിനാണ് 2 ദിവസം മുമ്പ് പരോൾ അനുവദിച്ചു. എറണാകുളം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ നൽകിയിരിക്കുന്നത്. കൊടിസുനിയുടെ മദ്യപാനം വിവാദമായതിനിടെയാണ് രജീഷിന് പരോൾ അനുവദിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TP കേസ് പ്രതികൾ മദ്യപിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ജയിൽ ഉപദേശക സമിതി അംഗം P ജയരാജൻ. തടവ് പുള്ളികൾ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും കൊടിയാണെങ്കിലും വടിയാണെങ്കിലും നടപടിയുണ്ടാകുമെന്നും ബന്ധുക്കൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് TK രജീഷിന് പരോൾ നൽകിയതെന്നും P ജയരാജൻ പറഞ്ഞു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി തേടി പ്രോസിക്യൂഷന് MN പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ്റെ കത്ത്. എല്ലാത്തരം മധ്യസ്ഥ ശ്രമങ്ങളെയും ചർച്ചകളെയും തള്ളുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. വധശിക്ഷ നീട്ടിവെച്ചിട്ട് 1.5 മാസം കഴിഞ്ഞെന്നും കത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. വിജയരാഘവനെ മികച്ച സഹനടനായും തന്നെ മികച്ച സഹനടിയായും തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം ജൂറി വ്യക്തമാക്കണമെന്ന് നടി ഉർവശി. തോന്നിയതുപോലെ കൊടുക്കും, നിങ്ങൾ വന്ന് വാങ്ങിച്ചു പൊക്കോണമെന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം അന്വേഷിച്ച് പറയട്ടെ എന്നും ഉർവശി പറഞ്ഞു. കേരള സ്റ്റോറി ഇതുവരെ കണ്ടിട്ടില്ലെന്നും വസ്തുതകൾ അറിയില്ല, സിനിമ കണ്ടതിന് ശേഷം പ്രതികരിക്കാമെന്നും ഉർവശി പറഞ്ഞു. TP കേസ് പ്രതികൾ ജയിലിൽ പ്രമാണിമാരായി എന്നും ജയിലിനുള്ളിൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയെന്നും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കേരളത്തിൽ മാത്രമേ ഇത് നടക്കൂ എന്നും പോലീസുകാർക്ക് പോലും ഇവരെ ഭയമാണെന്നും തൊട്ടാൽ പൊള്ളും എന്ന് പോലീസിന് അറിയാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിച്ചു. ഭരിക്കുന്നവർ ക്രിമിനലുകൾക്ക് ഒപ്പമാണെന്നും മറുപടി പറയേണ്ടത് സർക്കാരാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. പത്തനംതിട്ട സെൻറ് ജോസഫ് HS നാരായണമൊഴിയിലെ അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ
PA ആയ അനിൽകുമാർ, NG സൂപ്രണ്ട് ആയ ഫിറോസ്, സെക്ഷൻ ക്ലർക്ക് ആയ ബിനി ആർ എന്നിവരെ 1960 കേരള സിവിൽ സർവീസസ് ചട്ടങ്ങൾ പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. 50-ലധികം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് വർഷമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരമായതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്കാരം ഇന്ന് വൈകുന്നേരം പാളയം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. RSS നേതാവ് C. സദാനന്ദൻ വധശ്രമക്കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നടത്താനെത്തി KK ശൈലജ MLA. CPM-കാരെ പ്രതികളെ യാത്രയാക്കാനാണ് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശൈലജ എത്തിയത്. തൻ്റെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് പോകും മുമ്പ് യാത്രയയപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട് CPM നേതാവും MLA-യുമായ KK ശൈലജയ്ക്കെതിരെ PC സദാനന്ദൻ MP-യുടെ വിമർശനം. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയയപ്പ് നൽകിയതും അതിൽ മുൻ മന്ത്രി KK ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തതും ദൗർഭാഗ്യകരമെന്ന് അദ്ദേഹം ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് മുകേഷ് MLA. അടൂർ പറഞ്ഞതൊക്കെയും നല്ല ഉദ്ദേശത്തോടെയാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞത് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മുകേഷ് പറഞ്ഞു. ചെറുപ്പക്കാർ സിനിമയിലേക്ക് കയറി വരണമെന്ന ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു ഇൻ്റർവ്യൂ നടത്തുകയും ആവശ്യമെങ്കിൽ 3 മാസത്തെ പരിശീലനം നൽകണമെന്നുമായിരിക്കാം പറഞ്ഞത്. അത് അറിഞ്ഞുകൂടാത്ത സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് നല്ലതാണ്. അതുതന്നെയാണ് തൻ്റെയും അഭിപ്രായമെന്നും മുകേഷ് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന് മറുപടിയുമായി ഗായിക പുഷ്പാവതി താൻ ദളിത് സമൂഹത്തിൻ്റെ പ്രതിനിധിയാണെന്നും വലിഞ്ഞുകയറിയല്ല സിനിമയിൽ കോൺക്ലേവിന് പോയതെന്നും സർക്കാർ ക്ഷണിച്ചത് പ്രകാരമാണെന്നും പുഷ്പാവതി പറഞ്ഞു. സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം കേസെടുക്കാവുന്ന കുറ്റമാണെന്ന് K. രാധാകൃഷ്ണൻ MP. പിന്നോക്ക വിഭാഗത്തെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് അടൂർ എന്ന വിഖ്യാത സംവിധായകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന. അടൂർ ഇങ്ങനെ പറയുമോ എന്ന് ആദ്യം ചിന്തിച്ചതെന്നും MP പറഞ്ഞു. കേരളത്തിലെ മലയോര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സ്വമേധയാ എടുത്ത കേസിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടെലിഫോൺ ചോർത്തലിൽ മുൻ MLA PV അൻവറിനെതിരെ കേസെടുത്ത് പോലീസ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മലപ്പുറം പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസെടുത്തത്. പരാതിക്കാരനായ കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രൻ മലപ്പുറം സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1 നടത്തിയ വാർത്താസമ്മേളനത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് PV അൻവർ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഹലോ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഗ്രീൻ ഷോപ്പിയുടെ കൂപ്പൺ എടുത്തോ? എല്ലാ മാസവും 10-ന് ബമ്പർ നറുക്കെടുപ്പ് നടത്തുന്നു. കാർ, ബൈക്ക്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് TV, സ്മാർട്ട് ഫോൺ, വാട്ടർ പ്യൂരിഫയർ എന്നിവ നേടാൻ നിങ്ങൾക്കും അവസരം. അതുമാത്രമോ, നിങ്ങളുടെ വീട്ടിൽ ഒരു വാട്ടർ പ്യൂരിഫയർ ഉറപ്പായും ലഭിക്കുന്നു. നല്ല കുടിവെള്ളം ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ എല്ലാവർക്കും എത്തിക്കാനുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾക്കൊരു ജോബ് ഓഫർ കൂടി ഉണ്ട് കേട്ടോ. എങ്ങനെയെന്നല്ലേ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് പ്രയോജനപ്പെടുത്തിയാൽ മതി. അപ്പോൾ മറക്കണ്ട, കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി ഓഫർ സൗജന്യ കൂപ്പൺ. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയക്കും.